ഞെട്ടിക്കുന്ന നടുക്കുന്ന പുതിയൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് മഞ്ജു പിള്ളയുടെ മകള് പുതിയൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ വെച്ചു തരാം പൊന്നു പ്രേക്ഷകരെ. അതിനുശേഷം ഈ യുവതി ഇന്നലെ ഷെഫീന ബീവിയെ കുറിച്ചിട്ട് വളരെ വളരെ മോശമാക്കിയിട്ട് പറഞ്ഞത് ഈ യുവതിയാണ്. ഇത്തിരി വിവാദമാണ്. കുറെ പേര് ഷെഫീന ബീവിയെ വിമർശിച്ചു. എന്നാൽ ഇവർ വിമർശിച്ചത് ഇത്തിരി ഓവറായിട്ടുണ്ട്, അത് ഇത്തിരി വിവാദവുമാണ്. എന്താണ് ഇവർ പറഞ്ഞത് അതും ഞാൻ വെച്ചു തരാം പൊന്നു പ്രേക്ഷകരെ. അതിനു മുമ്പ് റന ഫാത്തിമയുടെ ഒരു കമന്റിനുള്ള മറുപടി കൊടുക്കണം. പൊന്നു പ്രേക്ഷകരോട് ആദ്യം ഒരു കാര്യം പറയാം. ഷെഫീന ബീവി പറഞ്ഞത് ശരിയെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. ഷെഫീന ബീവിയുടെ ആ ഒരു പ്രസന്റേഷൻ പാളിയിട്ടുണ്ട്, അത് ശരി തന്നെയാണ്. പക്ഷേ ഇത്തിരി നല്ല ഡ്രസ്സ് ധരിക്കുക മക്കളെ എന്ന് പറയുന്നത് ശരി തന്നെയാണ്, സമൂഹത്തിന് നല്ലതാണ് ഷെഫീന ബീവി പറഞ്ഞത്. എനിക്ക് പേഴ്സണലി എൻ്റെ അഭിപ്രായം അതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് കമന്റ് ചെയ്യണേ പൊന്നു പ്രേക്ഷകരെ. ഷെഫീന ബീവി പറഞ്ഞത് ശരിയെന്ന് തോന്നുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ആദ്യം റന ഫാത്തിമക്ക് ഒരു മറുപടി കൊടുക്കാം. റന ഫാത്തിമ ഷെഫീന ബീവിയെ വിമർശിച്ചു കൊണ്ടിട്ട കമന്റാണ്, ഈ തള്ളാന്റെ തലയിൽ തേങ്ങ വീണ് ചാവണോന്ന്. ഞാൻ റന ഫാത്തിമയുടെ ഒരു കാര്യം പറയുകയാണ്. ഇപ്പോൾ നിരന്തരം നമ്മുടെ കേരളത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന കുറേ വാർത്ത ഞാൻ നിങ്ങളും കേൾക്കുന്നുണ്ട്. കൊലപാതകം നടത്തി എന്ന് പറയുന്ന എത്രയോ വാർത്ത ഞാൻ നിങ്ങളും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ റന ഫാത്തിമ വന്നിട്ട് ഇങ്ങനൊന്നും കമന്റ് ഇടുന്നില്ല. റന ഫാത്തിമ അതായത് ഇത്തിരി ഡ്രസ്സ് മാന്യമായിട്ട് ധരിക്കും മക്കളെ എന്ന് പറയുമ്പോൾ ആ ഒരു അമ്മ, അതായത് റന ഫാത്തിമയുടെ ഉമ്മയുടെ ഒരു ഏജാവും എന്തായാലും ഷെഫീന ബീവിക്ക്. ഒരു ഉമ്മാന്റെ സ്ഥാനത്ത് നിന്ന് ഒരാൾ വന്ന് പറയുകയാണ് ഇത്തിരി മാന്യമായിട്ടുള്ള ഡ്രസ്സ് ധരിക്കും മക്കളെ എന്ന് പറയുമ്പോൾ ഈ തള്ളാന്റെ തലയിൽ തേങ്ങ വീണ് ചാവണോ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇവിടെ ഈ പറയുന്ന ഷെഫീന ബീവി വേറെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഓക്കെ, ഇത്തിരി നല്ല ഡ്രസ്സ് ധരിക്കുമെന്ന് പറഞ്ഞതിൽ എന്ത് തെറ്റാണ് റന ഫാത്തിമ ഉള്ളത്? അപ്പോൾ അണക്ക് ഷെഫീന ബീവിയോട് പറയാനുള്ളത്, ഇവറ്റകൾ തോന്നിയതുപോലെ നടക്കട്ടെ. ഇനിയിപ്പോൾ ഊരിക്കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ചോദിക്കാൻ പോകണ്ട, അവറ്റകളുടെ ഇഷ്ടമാണ്. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, മഞ്ജു പിള്ളയുടെ മകളുടെ പുതിയൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്, അത് വെച്ചു തരാം. അതിനുശേഷം മഞ്ജു പിള്ള രംഗത്ത് വന്നിട്ടുണ്ട്, അതും അതായത് മഞ്ജു പിള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും ഞാൻ വെച്ചു തരാം. നമുക്ക് ആദ്യം ആ ഒരു പോസ്റ്റ് കാണാം. ഓക്കെ, ഇതാണ് പോസ്റ്റ്. ഒന്നിന് പിറകെ ഒന്നൊന്നായിട്ട് ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. 1 മണിക്കൂർ കൊണ്ട് 18K ലൈക്കാണ് കിട്ടിയത്. ഓക്കെ, കുറെ പേര് ഇതിൻ്റെ താഴെ ഷെഫീന ബീവിക്ക് തെറിയോട് തെറി വിളിക്കുന്നുണ്ട്. എനക്കറിയത്തില്ല, പക്ഷെ ഇന്നത്തെ പോസ്റ്റ് നല്ല പോസ്റ്റാണ്, മാന്യമായ പോസ്റ്റാണ്. ഇതിന് താഴെ മഞ്ജു പിള്ള ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. ഒരു കാര്യം പറയാം, മക്കളല്ലേ, ഒരു ഉമ്മ, ഒരു അമ്മ പെറ്റ, എന്തായാലും അമ്മക്കൊരു സങ്കടമുണ്ടാവും മകൾ ഇങ്ങനെ ഏറിൽ പറക്കുന്നത്. അതുകൊണ്ട് മഞ്ജു പിള്ളയുടെ ഭാഗമാണ് ഇവിടെ ശരിയായിട്ട് ഞാൻ പേഴ്സണലി, അതായത് എന്തായാലും ഒരു മകളല്ലേ, തെറ്റ് പറ്റി എന്ത് ചെയ്യാനാണ്? എൻ്റെ മകളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് മഞ്ജു പിള്ള വന്നിട്ട് പറയാൻ മഞ്ജു പിള്ളക്ക് സാധിക്കത്തില്ല. കാരണം മഞ്ജു പിള്ള ഒരു അമ്മയാണ്. അപ്പോൾ ഇത് മഞ്ജു പിള്ളക്ക് അറിയും എൻ്റെ മകൾ ചെയ്തത് തെറ്റാണ്, ഇങ്ങനെയുള്ള പോസ്റ്റ് അപ്ലോഡ് ചെയ്തത് തെറ്റെന്ന് മഞ്ജു പിള്ളക്ക് അറിയും. അതുകൊണ്ടാണ് മഞ്ജു പിള്ള ഒന്നും പറയാതെ കമന്റിൽ ഒതുക്കുന്നത്. ഓക്കെ, മഞ്ജു പിള്ള തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കത് ഒന്നൊന്നായിട്ട് കേൾക്കാം. ഭയങ്കര ഫ്രണ്ട്സ് ആണ്, എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് ഷെയർ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ പറയാറുണ്ട്. എല്ലാ കാര്യങ്ങളും പറയുമെന്ന് നമ്മൾ പറയും, പക്ഷെ ആരോടും പറയാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് ഉണ്ടാവണം. അങ്ങനെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അത് ഒരു അമ്മയോടോ ഫ്രണ്ട്സിനോടൊന്നും പറയാൻ പറ്റാത്ത നമ്മളുടേത് മാത്രമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ 5% കാര്യങ്ങൾ നമുക്കുണ്ടാവും, അതുണ്ടാവും. അല്ലാതെ ഒരുവിധം എല്ലാം ഒരു 90%ഓളം എന്നോട് പറയുന്നതാണ് എന്റെ വിശ്വാസം. ഓക്കെ, മഞ്ജു പിള്ള പറയുന്നത് എന്റെ മോൾക്ക് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ സ്ഥാനമാണ് കൊടുത്തത് എന്നൊക്കെയാണ്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. പിന്നീട് മഞ്ജു പിള്ള ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ദയ, പേര് നല്ലൊരു പേര്, എന്തെങ്കിലും സുജിത്താണ് അത് ഇട്ടത്. ദയ എന്ന് പറയുന്ന പേര് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വേണം എന്ന് വിചാരിച്ചിട്ട് ദയ. വീട്ടില് ജാനകിയാണ്, ജാനി എന്നാണ് വിളിക്കുന്നത്. മോള് സ്റ്റൈലിസ്റ്റ് ആണ്, ഫാഷൻ സ്റ്റൈലിംഗ് ആൻഡ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഫ്ലോറൻസിൽ. 2 വർഷം. ഇപ്പോഴും എന്റെ ഒരു ചേഞ്ചിന്റെ കാരണം അവളാണ്. കുറെയൊക്കെ ചേഞ്ച് ആയി ചെയ്തത് അവള് തന്നെയാണ്. മോൾ എനിക്ക് ഭയങ്കര സപ്പോർട്ടീവാണ്, എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ തരുന്നതാണ്. ഓക്കെ, മഞ്ജു പിള്ള നല്ലൊരു അമ്മ തന്നെയാണ് പൊന്നു പ്രേക്ഷകർ. അതായത് അവര് ഒരൊറ്റ മോളാണ്, നല്ല ഫ്രീഡം ഒക്കെ കൊടുത്തു. ഏതൊരു മക്കളും ആഗ്രഹിക്കുന്ന ഒരു ഫ്രീഡമാണ് മഞ്ജു പിള്ള കൊടുത്തത്. ഓക്കെ, നമുക്ക് ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. ഈ യുവതി ഇന്നലെ ഷെഫീന ബീവിയെ കുറിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, ഇത്തിരി വിവാദമാണ്. നമുക്ക് എന്തായാലും കേട്ടിട്ട് അതിനൊരു മറുപടി കൊടുക്കാം.
രേണുസുധിയുടെ നെഞ്ചത്തിരുന്ന് ചോര വലിച്ചു കുടിച്ചുകൊണ്ടിരുന്ന സഫീന ബീവി എന്ന വുമൺ ആക്ടിവിസ്റ്റ് ഇപ്പോ ഏഷ്യാനെറ്റിലെ ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റോടുകൂടി കുറച്ച് ജെൻസി റീച്ച് കിട്ടാൻ വേണ്ടി നേരെ ചാടിയത് മഞ്ജു ചേച്ചിയുടെ മകൾ ദയാ സുജിത്തിന്റെ നെഞ്ചത്തേക്കാണ്. ഏകദേശം 3 വർഷം മുമ്പ്, അതായത് 2023 ദയാ സുജിത്ത് നടത്തിയ ഒരു ഫാഷൻ ഫോട്ടോഷൂട്ടിന്റെ ഫോട്ടോസ് ആണ് ഈ സഫീന ബീവിയുടെ സദാചാരത്തെ വല്ലാതെ അങ്ങ് ഉണർത്തിയത്. അത്രയും കോൺഫിഡൻസോടുകൂടി അതിമനോഹരമായി ബോൾഡായി ചെയ്ത ഒരു ഫാഷൻ ഫോട്ടോഷൂട്ടിനെയാണ് ചേച്ചി ഇത്രയും വൃത്തികെട്ട രീതിയിൽ സ്ലട്ട് ഷേമിങ്ങും അതുപോലെ തന്നെ അസോൾട്ടും ഒക്കെ നടത്തിവിട്ടിരിക്കുന്നത്. കുരയ്ക്കുന്ന പട്ടി കഴിക്കില്ല എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് മഞ്ജു പിള്ളയോ ദയോ ഈ അനാവശ്യ കുരയ്ക്ക് ഒരു വിലയും ഇതുവരെ കൊടുത്തിട്ടില്ല. പക്ഷേ കുരയ്ക്കുന്ന പട്ടികളിൽ ചിലത് പേപ്പട്ടിയാകാനുള്ള ലക്ഷണം കാണിച്ചാൽ നാട്ടുകാർ അടങ്ങിയിരിക്കത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രബുദ്ധരായ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇപ്പോൾ ബീവിയെ നിലം തൊടിയിക്കാതെ പറത്തിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൽ കുറച്ചെങ്കിലും അറിയപ്പെടുന്ന ആളുകളെ പിടിച്ച് അവരുടെ വസ്ത്രധാരണത്തെ ജഡ്ജ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ പേഴ്സണൽ കാര്യങ്ങളെ എടുത്ത് അലക്കി വൾഗറായിട്ട് സംസാരിച്ച് വായിൽ തോന്നുന്ന കൊടും വിഷം വിതറിയാണ് ഇവര് റീച്ച് ഉണ്ടാക്കുന്നത്. അല്ല ചേച്ചി, ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഫാഷൻ ഷൂട്ടിൽ ഒരു പെൺകുട്ടിയുടെ വസ്ത്രത്തെയും അവളുടെ ശരീരത്തെയും ഒക്കെ വെച്ച് നിങ്ങൾ എന്തിനാണ് ഈ ബസ്സിലെ കഥകളൊക്കെ വിളിച്ചു പറയുന്നത്? ഒരു പെൺകുട്ടിയെ കംപ്ലീറ്റ് ആയിട്ട് സ്ലട്ട് ഷേമിംഗ് നടത്തിക്കൊണ്ട് ബസ്സിൽ കയറി സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഈ ഞരമ്പന്മാരെ ന്യായീകരിക്കാൻ ഒരു സ്ത്രീയായ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സ് വന്നത്? ഇത്തരത്തിൽ സ്ത്രീകളെ അസോൾട്ട് ചെയ്യുന്ന ഒരു സ്ത്രീയുടെ ബയോയിൽ എഴുതിയിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വുമൺ റൈറ്റ് ആക്ടിവിസ്റ്റ് എന്നാണ്. ഏത് വുമന്റെ ഏത് റൈറ്റിന്റെ ആക്ടിവിസമാണ് നിങ്ങൾ ചെയ്തത്? നിങ്ങൾ ശരിക്കും പറഞ്ഞ കണ്ട കാമപ്രാന്തന്മാരുടെയും അതുപോലെ തന്നെ ഞരമ്പന്മാരുടെയും ഒക്കെ റൈറ്റ് ആക്ടിവിസ്റ്റ് ആണ്. എനിക്കറിയാവുന്ന മാന്യമായി ജീവിക്കുന്ന സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള പുരുഷന്മാർ ആരും നാട്ടിലെ പെണ്ണുങ്ങളുടെ വസ്ത്രധാരണം നോക്കി അവരെ പിച്ചാനും മാന്താനും തേക്കാനും ഞെരടാനും ഒന്നും നടക്കുന്നവരല്ല. ഇനി നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആണുങ്ങൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ ചേച്ചി അവരെ നിങ്ങൾക്ക് പേഴ്സണലി അറിയാവുന്നവരായിരിക്കും. അവരോട് ചെന്നിട്ട് നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു കൊടുക്കണം. നീ പോയി മാന്താനും ഞെരടാനും ഒന്നും നിൽക്കരുത്. ഇന്ത്യൻ നിയമവ്യവസ്ഥ പ്രകാരം ഇവിടെ സ്ത്രീകൾക്ക് വസ്ത്ര സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള കാര്യം. അല്ലാതെ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഒരു പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ വിത്തൌട്ട് കോൺസെന്റ് അവളുടെ ദേഹത്ത് തൊടാൻ ഒരുത്തിനും അവകാശമില്ലെന്നുള്ള കാര്യം സ്വന്തം വീട്ടുകാരെയും ഈ പേഴ്സണലായിട്ട് അറിയാവുന്ന ഞരമ്പന്മാരെയൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അവരവരുടെ കാര്യം പറഞ്ഞേച്ചും പോയി അത് അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ് അതൊക്കെ എന്ന് പറയുന്നവരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഇങ്ങനെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നൊക്കെ പറയുന്നത് മറ്റുള്ളവരെ പരസ്യമായി അപകീർത്തിപ്പെടുത്താനും ബോഡി ഷെയിം ചെയ്യാനുമുള്ള ലൈസൻസ് ആണെന്ന് വിചാരിക്കരുത്. കാരണം ഇത്തരം അസോൾട്ടുകൾക്കും ഡീഫേമേഷനുകൾക്കും ഇന്ത്യൻ ഭരണഘടനയിൽ വേറെ നല്ല ഒന്നാന്തരം വകുപ്പുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഈ ഫ്രീഡം എന്ന് പറയുമ്പോൾ സ്വന്തം ചോയ്സ് മാത്രം ബഹുമാനിക്കലല്ല, മറ്റുള്ളവന്റെ ചോയ്സിനെയും ബഹുമാനിക്കലാണ്. ഇനി ദയാ സുജിത്തിന്റെ ഫോട്ടോഷൂട്ട് നിങ്ങൾക്ക് വളരെ അരോചകമായി തോന്നിയെന്ന് വിചാരിക്കുക. കാരണം നിങ്ങൾ ഒരു ഞരമ്പന്മാരുടെ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് കൂടിയാണല്ലോ. പക്ഷേ ഇത് അന്തസ്സായും മാന്യമായും പറയുക, ദേ കൊച്ചെ, ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന കുറച്ച് ഞരമ്പന്മാരുണ്ട്, അവരുടെ ഞരമ്പിനെ ഇത് വല്ലാതെ പൊട്ടിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ ഇത് ചെയ്തത് ശരിയായില്ല. പഴയൊരു ചൊല്ലുണ്ട്, അതിങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ആനയ്ക്ക് മതമിളകിയാൽ ചങ്ങലക്കിട, പക്ഷെ പിണ്ടത്തിന് മതമിളകിയാൽ എന്ത് ചെയ്യും? ഓക്കെ, ഈ യുവതിക്ക് ഞാൻ മറുപടി കൊടുക്കാം. പൊന്നു പ്രേക്ഷകരെ, ഈ നാട്ടില് 100% വരുന്ന ആണുങ്ങള് അതില് 3% ഗോവിന്ദച്ചാമിയെ പോലുള്ള ആണുങ്ങളാണ്. 97% നല്ലവരാണ്. അവർക്കിടയിൽ ഒരു സ്ത്രീ ഇങ്ങനെ വളരെ വളരെ മോശമായിട്ടുള്ള ഡ്രസ്സ് ധരിച്ച് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കഷ്ടകാലത്തിന് കയറി പിടിച്ചിട്ട് എന്തെങ്കിലും ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? ചെയ്തപ്പോൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ചെയ്യുന്നതിന് മുമ്പല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. മാന്യമായിട്ട് നടന്നാൽ അവൻ കയറി പിടിക്കും. ഒരു 3% ഉണ്ട്, അവരെ ഞാൻ വിമർശിക്കുന്നു. അവർ വൃത്തികെട്ടവന്മാരാണ്. അങ്ങനെയുള്ള വൃത്തികെട്ടവന്മാരുള്ള ഈ നാട്ടില് ഇങ്ങനെയുള്ള ഡ്രസ്സ് ധരിച്ചു പോകുന്നത് ഡേഞ്ചർ അല്ലേ? അതല്ലേ ഷെഫീന ബീവി പറഞ്ഞത്? എൻ്റെ പൊന്നു പ്രേക്ഷകരെ, ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതായത് എല്ലാ സ്ത്രീകളും വന്നിട്ട് ഷെഫീന ബീവിക്ക് തെറിയോട് തെറി വിളിക്കുകയാണ്. എന്ത് ഷെഫീന ബീവിയോട് എന്താണ് പറഞ്ഞത്? അവർ പറഞ്ഞ വാക്ക്, അതായത് പറഞ്ഞത് അവർ കലി കൊണ്ട് എന്തൊക്കെയോ ആയി എന്നല്ലാതെ അവർ ഉദ്ദേശിച്ചത് നല്ല രീതിക്ക് ഡ്രസ്സ് ധരിക്കുന്നതാണ്. അല്ലാതെ വേറെ എന്തെങ്കിലും അവർ പറഞ്ഞോ? ഒരു ഡ്രസ്സ് മാന്യമായിട്ട് ധരിക്കുമെന്ന് പറഞ്ഞ് ഇത്രയും വലിയ തെറ്റാണോ? എൻ്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ ഓരോരുത്തരും കമന്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഈ പറയുന്ന മഞ്ജു പിള്ള വീണ്ടും പറയുന്നുണ്ട്, അത് കേട്ടിട്ട് അതിനുള്ള മറുപടി കൊടുക്കാം. ഞാൻ ഒരു പാർട്ടിക്ക് പോയാൽ ഞാൻ ഇപ്പോഴും ഉള്ളടുത്ത് പറഞ്ഞു കൊടുക്കുന്നതാണ്, പാർട്ടിക്ക് പോകുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ പല ഇതാണ്. എനിക്ക് പല പെൺകുട്ടികളോടും പറയുള്ളൂ, എല്ലാ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കളോടൊക്കെ പറയുന്നൊരു കാര്യമാണ്. അതായത് നമ്മൾ ഒരു ഡ്രിങ്ക്, അതെന്തോ ആയിട്ടെ, ജ്യൂസ് ആയിക്കോട്ടെ, എന്തോ എടുത്തോട്ടെ, പരിചയമില്ലാത്ത കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും നമ്മുടെ കൂടെ. നമ്മളൊരു ഡ്രിങ്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഗ്ലാസ് താഴെ വെക്കുന്ന വളരെ സൂക്ഷിച്ച് വേണം. ആ ഗ്ലാസ് താഴെ തീർക്കാതെ പകുതിയാക്കി പിന്നെ കുടിക്കാന്ന് വിചാരിച്ച് താഴെ വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിച്ചിരിക്കുന്നത് ആ സമയത്ത് എന്ത് വേണമെങ്കിലും ആ ഗ്ലാസ്സിലിടാം. അത് പിന്നെ നമ്മൾ കുടിക്കുകയാണ്. ഒരിക്കലും നീ ഗ്ലാസ് താഴെ വെച്ചാൽ അടുത്ത ഗ്ലാസ് എടുക്കണം, പുതിയ ഗ്ലാസ് എടുക്കണം, പഴയ ഗ്ലാസ്സിൽ നീ കുടിക്കരുത്. ഞാൻ എപ്പോഴും പറയും. കാരണം അവൾ വളരുന്ന സാഹചര്യവും അവൾ പങ്കെടുക്കുന്ന ഇതൊക്കെ വേറെയാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പരിചയമില്ലാത്ത ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരുപാട് സമയം ചെലവഴിക്കും.
ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറ്. കൊടുക്കാറ്. അതുകൊണ്ട് അവയറാണ് ഞാൻ. എന്നാലും ഇപ്പോഴും പറയും. ഇപ്പൊ കറന്റ്ലി ഉള്ള ന്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ അമ്മയുമോളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നോ? ഞാനിവിടെ ഒരു സ്ഥലത്ത് പോണമെന്ന് ഞാൻ ആഗ്രഹം പറഞ്ഞ് എൻ്റെ സിസ്റ്റർ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ ആ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഒരു റോങ് ഇൻഫർമേഷൻ കിട്ടി. റോങ് ഇൻഫർമേഷൻ, ഒരു മോശപ്പെട്ട ഒരു അനുഭവം കേട്ടു സോഷ്യൽ മീഡിയയിലും പേപ്പറിലൂടെ. ഓക്കെ, മഞ്ജു പിള്ള പറയുന്നത് എൻ്റെ മോളെ ഞാൻ പാർട്ടിക്കടക്കം പോവണ്ട, അതായത് അറിയാത്തവരുടെ പാർട്ടിക്ക് പോലും പോവണ്ട എന്നാണ് മഞ്ജു പിള്ള പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് മഞ്ജു പിള്ള സ്വന്തം മകളെ നല്ല രീതിക്കാണ് വളർത്തിയത്. ആ മകള് വളരെ വളരെ മോശമായി എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ മകളുടെ ഒരു ചെറിയൊരു വയസ്സ്, ഒരു ഏജിന്റെ പ്രശ്നമായിരിക്കും. അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു, അത് തെറ്റെന്ന് പറഞ്ഞു, അത് ചൂണ്ടിക്കാണിക്കാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, പക്ഷേ ഇനിയിപ്പോ മഞ്ജു പിള്ളയുടെ മകൾ അങ്ങനെയുള്ള പോസ്റ്റ് ഇടണ്ടെന്ന് പറയാൻ നമുക്ക് ആർക്കും അധികാരമില്ല. പക്ഷെ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, മഞ്ജു പിള്ള മക്കളെ നല്ല രീതിക്ക് തന്നെയാണ് വളർത്തുന്നത്. അവരുടെ ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് പേഴ്സണലി അറിയുന്നുണ്ട്, അവർക്ക് നല്ല സങ്കടമുണ്ട്. ഇല്ലെങ്കിൽ മഞ്ജു ഇപ്പോൾ ഈ പറഞ്ഞ ഷെഫീന ബീവി പറഞ്ഞത് എടി തള്ളേന്നൊക്കെ വിളിച്ചിട്ടാണ് മഞ്ജു പിള്ളയോട് സംസാരിച്ചത്. വേറെ ആരായിരുന്നെങ്കിൽ ഇപ്പോൾ വരുമായിരുന്നു മറുപടിയുമായിട്ട്. മഞ്ജു പിള്ള ഇതുവരെയായിട്ട് രംഗത്ത് വന്നിട്ടില്ല. കാരണം അവർക്കറിയും അവരെ പോലെ കുറേ അമ്മമാരുണ്ട്. അവരൊരു വലിയൊരു ആക്ടറാണ്, നടിയാണ്. ഇപ്പോൾ സാധാരണക്കാരായ അമ്മമാർക്ക് ഇത് ഫേക്ക് ആയിട്ടേ തോന്നും. എൻ്റെ വീഡിയോ താഴെ വരുന്ന കമന്റ് നിങ്ങൾ നോക്കിയാൽ മതി. എൻ്റെ വീഡിയോ കാണുന്നത് നല്ലവരായ കുറേ അമ്മമാരാണ്. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഇവിടെ വരാം. ഓക്കെ, ബൈ.